നമസ്കാരം. രാജ്യത്ത് PM ജൻമൻ പദ്ധതിയുടെ ഉപഭോക്താക്കളുമായി സംവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പദ്ധതിയുടെ കീഴിലാണ് ആദ്യ ഗഡു നിലവിൽ കൈമാറിയിരിക്കുന്നത്. 540 കോടി രൂപയുടെ ആദ്യ ഗഡു ആയിരുന്നു ഇന്ന് നടന്ന ഒരു സമ്മേളനത്തിൽ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വനവാസി സഹോദരങ്ങളിലേക്കാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എത്തേണ്ടതെന്നുകൂടി ഈ പദ്ധതി വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ഒരാൾ പോലും വിട്ടുപോകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നുകൂടി മോദി പറഞ്ഞിരിക്കുന്നു. എന്തായാലും LPG സിലിണ്ടർ ലഭിച്ചതിനെ തുടർന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം വളരെ രസകരമായി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗുണഭോക്താക്കളായ സ്ത്രീകളോട് നേരിട്ടായിരുന്നു മോദിയുടെ ഈ ചോദ്യം. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് എന്ന്. അത്രയും നേരം പദ്ധതിയുടെ കണക്കുകളും അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി പെട്ടെന്നായിരുന്നു ചടങ്ങിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടത്. മണ്ണടുപ്പിൽ പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പലതും ഇപ്പോൾ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ നിങ്ങൾ തുടങ്ങി കാണുമല്ലോ. എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങളിപ്പോൾ അടുക്കളയിൽ പുതുതായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, പുതുതായി പഠിച്ചിരിക്കുന്നത് എന്നുകൂടി അവിടെ ഉണ്ടായിരുന്ന വനിതകളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം രസകരമായ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നിങ്ങളിങ്ങനെ മിണ്ടാതെ ഇരിക്കേണ്ട ആവശ്യമില്ല, രുചി നോക്കാൻ ഞാൻ ഒരിക്കലും വരില്ല, അങ്ങനെ ഒരു ആശങ്ക വേണ്ട, ധൈര്യമായി തന്നെ പറഞ്ഞോളൂ എന്നുകൂടി തമാശ രൂപേണ അദ്ദേഹം സ്ത്രീകളോട് പറഞ്ഞിരുന്നു. പാചകവാതകവും വൈദ്യുതിയും കുടിവെള്ളവും വീടുമൊക്കെ ലഭിച്ചതോടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനത്തെക്കുറിച്ച് സ്ത്രീകൾ വളരെ കാര്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾ തന്നെ ആയിരിക്കും BJPയെ വിജയത്തിൽ എത്തിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ പങ്ക്, സ്ത്രീ വോട്ടർമാരുടെ പങ്ക് വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു ബോധ്യം BJPക്കുണ്ട്. നമുക്കറിയാം, മധ്യപ്രദേശിൽ ഉൾപ്പെടെ BJPക്ക് തുടർ ഭരണം കയ്യിൽ വെച്ച് കൊടുത്തത് അവിടെയുള്ള സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീപക്ഷ പദ്ധതികളൊക്കെയും വരുന്ന ബജറ്റിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടയിലാണ് മോദി ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിനിടയിൽ വളരെ രസകരമായി അവരുമായി ഒരു ഇന്ററാക്ഷൻ നടത്തിയിരിക്കുന്നതും. ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നമുക്കറിയാം, അയോധ്യയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ വേളയിലും പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവരുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം ഓരോ ജനങ്ങളുടെയും ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ വ്യക്തിപരമായ സ്വഭാവത്തിന്റെ ചില സവിശേഷതകൾ കൊണ്ടും മോദിയെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.